ദൈവം ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചനം അതിൻ്റെതായ അർത്ഥവ്യാപ്തിയോടെ എഴുതപ്പെട്ടതായ അളവിൽ മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മുടെ ബുദ്ധിയെ വീണ്ടും പ്രകാശിപ്പിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഈ രാത്രിയിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ സമാഗമന കൂടാരവുമായിട്ടുള്ളതായ ബന്ധത്തിലാണ് നമ്മുടെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ മാനവജാതിയുടെ വീണ്ടെടുപ്പിനുള്ളതായ ബന്ധത്തിൽ ഇസ്രായേലിന് വേണ്ടി ഒരുക്കപ്പെട്ടതായ ആ വീണ്ടെടുപ്പിന്റെ പദ്ധതിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുമൂലം ലോകം മുഴുവനും വീണ്ടെടുക്കപ്പെടുവാനുള്ളതായ പദ്ധതിയായിരുന്നു ദൈവം ക്രമീകരിച്ചിരുന്നത്. മാനവജാതിയുടെ മൊത്തത്തിലുള്ളതായ വീണ്ടെടുപ്പിന്റെ ക്രമീകരണമായിരുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഇസ്രായേൽ മക്കളുടെ അൺസ്റ്റേബിലിറ്റി നിമിത്തം ദൈവത്തിന്റെ ആ പദ്ധതിക്ക് കാലതാമസം നേരിടുവാനായിട്ടിടയായിട്ട് തീരുകയാണ്. സമാഗമന കൂടാരത്തുള്ളതായ ബന്ധത്തിൽ നാം ചിന്തിച്ചു വന്നപ്പോ അതിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവം നിർമ്മിക്കുവാനായിട്ട് പറഞ്ഞിരുന്നതായ രണ്ട് ഉപകരണങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കുവാനിടയായി. നമ്മളൊരു ഭവനം പണിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വീടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന്റെ ഔട്ടർ ഷെല്ലാണ് നമ്മൾ മിക്കവാറും ആദ്യം ഉദ്ദേശിക്കുന്നത്. ഇൻസൈഡിലെ കാര്യങ്ങൾ ഒടുവിലേക്ക് മിക്കവാറും നമ്മളത് നമ്മുടെ പൂർത്തീകരണത്തിലേക്ക് വരികയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഐഡിയയിൽ വരികയുള്ളൂ. എന്നാൽ സമാഗമന കൂടാരത്തെ കുറിച്ചുള്ളതായ നിർമ്മാണ പദ്ധതി യഹോവയായ ദൈവം മോശയ്ക്ക് സീനായി മലയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഔട്ടർ ഷെല്ലിനെ കുറിച്ചുള്ളതായ വിവരണമല്ല ആദ്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്. സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണ പദ്ധതിയുടെ വിശദീകരണം പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായത്തിലാണ് ആരംഭിക്കുന്നത്. ആ 25-ാമത്തെ അധ്യായത്തിൽ ആരംഭിക്കുമ്പോൾ ആദ്യം ഉണ്ടാക്കാൻ പറഞ്ഞത് ദൈവത്തിന്റെ പെട്ടകമാണ്. പിന്നെ ആ പെട്ടകത്തിന്റെ അടപ്പ് അല്ലെങ്കിൽ കൃപാസനം എന്ന് പറയുന്ന ആ വസ്തു, ഈ രണ്ട് കാര്യങ്ങളാണ് ആദ്യം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ കാരണം? വേദപുസ്തക രചനയിൽ ഉള്ള ഒരു പ്രത്യേകത, പ്രത്യേകിച്ചും മോശയുടെ എഴുത്തുകളിൽ ഉള്ള ഒരു പ്രത്യേകത നാം മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതെന്താണ് ആ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിമാറ്റിക് ഫ്രണ്ട് എന്നുള്ളതായ മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് തിമാറ്റിക് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ? ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയങ്ങളെ കുറിച്ച് ആദ്യം പ്രസ്താവിക്കുക, ആ വസ്തുക്കളുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച്, ആ വസ്തുവിന്റെ സംഭവത്തിന്റെ പ്രാധാന്യം അനുസരിച്ച്, സ്ഥലത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് അതിന്റെ ഇമ്പോർട്ടൻസിന് സ്ഥാനം കൊടുത്തുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ കാര്യം ആദ്യം എഴുതുക എന്നുള്ളതാണ് തിമാറ്റിക് ഫണ്ട് എന്ന് പറയുന്നാൽ അതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ആ തിമാറ്റിക് ഫണ്ടിന്റെ എന്നുള്ളതായ രചനാ രീതിയാണ് മോശയുടെ മിക്ക എഴുത്തുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സമാഗമന കൂടാരത്തെ കുറിച്ചുള്ളതായ വിവരണം എഴുതുമ്പോഴും അത് തന്നെയാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതായ മെത്തേഡ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം അത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതും ദൈവത്തിന്റെ തേജസ് അല്ലെങ്കിൽ പ്രസൻസ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഭൂമിയിൽ കേവലം മനുഷ്യരായിരിക്കുന്നതായ യഹൂദാജനത്തിന്റെ ഇടയിൽ ഇറങ്ങി വസിക്കുന്നതിന് ദൈവം നിശ്ചയിച്ചിരുന്നതായ ആ ഉപകരണമാണ് നിയമപ്പെട്ടകം. അതിനേക്കാൾ പ്രാധാന്യം ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. അതിനേക്കാൾ വിലയുള്ളത് ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. അതിനേക്കാൾ ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിക്കുവാൻ കഴിയുന്നതായ കാര്യം വേറൊന്നില്ല. അതുകൊണ്ടാണ്
പെട്ടകത്തിന്റെ കാര്യം ആദ്യം പറയുവാനായിട്ടിടയായിട്ട് തീർന്നത്. പെട്ടകത്തിന്റെ മൂടിയായ കൃപാസനം അടുത്തത് പറയുവാൻ കാരണം, ഇനി നമുക്ക് മുന്നോട്ട് ചിന്തിക്കുമ്പോൾ സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണ പദ്ധതിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അടുത്തത് നമ്മൾ കടക്കുവാൻ പോകുന്നത് തിരുനിവാസത്തിന്റെ ആദ്യ ഭാഗമായ ആദ്യ കൂടാരത്തിലേക്ക്, എബ്രായ ലേഖനത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ ആദ്യ കൂടാരം. ആദ്യ കൂടാരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമാഗമന കൂടാരത്തിന്റെ അഥവാ തിരുനിവാസം എന്ന് പറയുന്ന ആ കൂടാരത്തിന്റെ മുൻഭാഗം ഏതാണ്? വിശുദ്ധ സ്ഥലം എന്നറിയപ്പെടുന്നതായ ആ ഭാഗമാണ്. നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്തുള്ളതായ രണ്ട് വസ്തുക്കളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് വിശുദ്ധ സ്ഥലത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വിശുദ്ധ സ്ഥലത്തേക്ക് നാം കടന്നു വരുമ്പോ അവിടെ നമുക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് നാം കടന്നു വരുമ്പോ അവിടെ 3 വസ്തുക്കളെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ 3 വസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഒന്നാമത് ആ തിരുനിവാസത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ കാണപ്പെടുന്നതായ ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് അതിന്റെ വലതുഭാഗത്തായി കാണുന്ന കാഴ്ചയപ്പത്തിന്റെ മേശയാണ്. നിങ്ങൾക്ക് കാഴ്ചയപ്പത്തിന്റെ ആ സ്ക്രീൻ കാണാമെന്ന് ഞാൻ കരുതുകയാണ്. കാണാമോ? ക്ലിയർ ആയിട്ട് കാണാമല്ലോ. അപ്പോ എനിക്ക് എൻ്റെ സ്ക്രീനിൽ അല്പം ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത്. നിങ്ങൾക്കത് കാണാനായിട്ട് പ്രയാസം ഉണ്ടാകുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഞാൻ പറയാൻ വരുന്നത് ഈ തിരുനിവാസത്തിന്റെ അതിന്റെ മുൻകൂടാരം എന്ന് പറയുന്നതായ വിശുദ്ധ സ്ഥലത്തേക്കാണ്. ആ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ വലതുവശത്തായിട്ട് കാണുന്ന കാഴ്ചയപ്പത്തിന്റെ മേശ, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഇടതുവശത്തായിട്ട് നിലവിളക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തിൽ തിരശീലയോട് ചേർന്ന് തിരശീലയോട് ചേർന്ന് ആ സ്വർണ്ണ ധൂപപീഠം ഇരിക്കുകയാണ്. തിരുവചനത്തിൽ പുറപ്പാട് പുസ്തകം നമ്മൾ തുറക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 23 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങളിൽ 3-ാമത്തെ ഉപകരണത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് 3-ാമത്തെ ഉപകരണം എന്ന് പറയുന്നത്? 3-ാമത്തെ ഉപകരണം കാഴ്ചയപ്പത്തിന്റെ മേശയാണ്. എന്തുകൊണ്ടാണ് അത് 3-ാമത്തെ ഉപകരണമായിട്ട് എഴുതുവാനായിട്ട് കാരണമെന്ന് ചോദിച്ചാൽ, അതിപരിശുദ്ധ സ്ഥലത്തുള്ളതായ പെട്ടകത്തിന്റെയും കൃപാസനത്തിന്റെയും പ്രാധാന്യം കഴിഞ്ഞാൽ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമെന്ന് പറയുന്നത് ആ കാഴ്ചയപ്പത്തിന്റെ മേശയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തിരുനിവാസത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പ്രത്യേകമായി ഒരു കാര്യം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞതായ, കർത്താവിനെ പരിചയപ്പെടുത്തുന്നതായ വിഷയവുമായിട്ടുള്ളതായ ബന്ധത്തിൽ സ്വർഗത്തിലേക്കുള്ളതായ വഴി എന്താണ് എന്ന് തോമസ് ചോദിച്ചപ്പോ തോമസിനോട് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ. അപ്പോ ആ വഴിയും സത്യവും ജീവനും യഹൂദന്മാർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായി. അത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? വഴി എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിന്റെ പ്രാകാരമായും, സത്യമെന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലമായും, ജീവൻ എന്ന് പറയുന്നത് ജീവന്റെ ഉടയവനായ ദൈവത്തിന്റെ പ്രസൻസ് ഇറങ്ങി വസിക്കുന്നതായ അതിപരിശുദ്ധ സ്ഥലവുമായിട്ടാണ് വഴി, സത്യം, ജീവൻ എന്ന് യഹൂദന്മാരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഞാൻ കാണിക്കുന്നതായ വഴികൾ കൂടി, ഞാൻ എന്ന് പറയുന്നതായ വചനത്തിൽ കൂടെ
നിങ്ങൾ അകത്തേക്ക് കടക്കുമ്പോ അവിടെ എന്റെ തന്നെ സാന്നിധ്യം, അതായത് അത്യുന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയും എന്നുള്ളതാണ് കർത്താവ് ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അത് യഹൂദന്മാരായ ശിഷ്യന്മാർക്ക് വളരെ ക്ലിയറായി മനസ്സിലായി. അതിനെക്കുറിച്ച് ഫർദർ ഒരു സംശയം പോലും അവർക്ക് ചോദിക്കുവാനില്ലായിരുന്നു. കാരണം അത്രത്തോളം വളരെ ക്ലിയർ ആയിട്ട് അവർക്കത് മനസ്സിലാക്കുവാനിടയായി. ന്യായപ്രമാണം അറിയാവുന്നത് കൊണ്ടാണ് അവർക്കത് മനസ്സിലാക്കുവാനിടയായിട്ട് തീർന്നത്. അങ്ങനെയെങ്കിൽ സത്യം എന്ന് പറയുന്നതായ ആ ഭാഗത്തേക്ക് വിശുദ്ധ സ്ഥലമായി കൂടാരത്തിന്റെ ആ മുൻഭാഗത്തുള്ളതായ വിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ അവിടെ 3 കാര്യങ്ങളാണ് കാണുന്നത്. വലതുവശത്തായിരിക്കുന്നതായ കാഴ്ചയപ്പത്തിന്റെ മേശ. ഇനി കാഴ്ചയപ്പത്തിന്റെ മേശയെ കുറിച്ച് തിരുവചനം എന്ത് പറയുന്നു എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 23 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങളുടെ ആഖ്യാനമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഖദിരമരം കൊണ്ടൊരു മേശ ഉണ്ടാക്കണം. അതിന്റെ നീളം 2 മുഴവും വീതി 1 മുഴവും ഉയരം 1.5 മുഴവുമായിരിക്കണം. അത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുമുണ്ടാക്കണം. ചുറ്റും അതിന് 4 വിരൽ വീതിയുള്ള ഒരു ചട്ടവും, ചട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുമുണ്ടാക്കണം. അതിന് 4 വളയമുണ്ടാക്കണം. വളയം 4 കാലിന്റെയും പാർശ്വങ്ങളിൽ തറയ്ക്കണം. മേശ ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ വേണ്ടി വളയം ചട്ടത്തോട് ചേർന്നിരിക്കണം. തണ്ടുകൾ ഖദിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. അവ കൊണ്ട് മേശ ചുമക്കണം. അതിന്റെ തളികകളും കരണ്ടികളും പകരുന്നതിനുള്ളതായ കുടങ്ങളും കിണ്ടികളും ഉണ്ടാക്കണം. തങ്കം കൊണ്ട് അവയെ ഉണ്ടാക്കണം. മേശമേൽ നിത്യം കാഴ്ചയപ്പം എന്റെ മുമ്പാകെ വെക്കണം. ഇതാണ് മോശയ്ക്ക് കാഴ്ചയപ്പത്തിന്റെ മേശയുള്ളതായ ബന്ധത്തിൽ കൊടുത്തതായ വിവരം. അപ്പോ നമുക്കത് ഓരോ ഭാഗമായിട്ട് നമുക്കത് പഠിക്കേണ്ടതായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയം. കാരണം മോശയുടെ ആഖ്യാനത്തിൽ പെട്ടകവും കൃപാസനവും കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ടതായ വിഷയം എന്ന് പറയുന്നത് കാഴ്ചയപ്പത്തിന്റെ മേശയാണ്. അപ്പോൾ കാഴ്ചയപ്പത്തിന്റെ മേശ ജസ്റ്റ് ഒരു മേശ എന്ന് പറഞ്ഞു പോകുവാനായിട്ട് കഴിയത്തില്ല. അതിന്റെ വിവരണങ്ങളും അതുണ്ടാക്കിയിരിക്കുന്നതായ വിധവും അത് എന്തിനെയാണ് കാണിക്കുന്നതെന്നും അതിന്റെ പ്രാധാന്യത, ആരാധനയുള്ളതായ ബന്ധത്തിൽ അതിന്റെ പ്രാധാന്യത എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ പുതിയ നിയമത്തിൽ നാം ചിന്തിക്കുന്നതായ ആരാധനയുടെ വിഷയത്തിന്റെ പ്രാധാന്യത നമുക്ക് എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മുടെ ആരാധനയിൽ പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്കറിയാം, നാം ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ നമ്മെല്ലാവരും പ്രാധാന്യം നൽകുന്നത്, ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത് ദൈവത്തിന്റെ പ്രസൻസ് ആണ്. ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളതായ പരിപൂർണ വിശ്വാസത്തോടു കൂടിയാണ് നാം ആലയത്തിലേക്ക് ആരാധനയ്ക്കായി കടന്നു വരുന്നത്. അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നാം സാധാരണ മാർക്കറ്റിൽ കടന്നു പോകുന്ന ലാഘവത്തോടു കൂടി അല്ലല്ലോ കടന്നു പോകുന്നത്. പിന്നെയോ അത്യുന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യം ഈ സ്ഥലത്തുണ്ട് എന്ന് പരിപൂർണമായ വിശ്വാസത്തോടും ആ ഭയത്തോടും കരുതലോടും കൂടിയാണ് നാം കടന്നു ചെല്ലുന്നത്. അത് അതിപരിശുദ്ധ സ്ഥലത്തിന്റെ പ്രതീകമായാണ് നാം ആലയത്തെ കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന്റെ പ്രസൻസ് നമുക്ക് അനുഭവിക്കുവാൻ നാം അടുത്തതെന്ത് ചെയ്യണം? പുരോഹിതന്മാർ കടന്നു ചെല്ലുന്ന വിശുദ്ധ സ്ഥലത്തേക്കുള്ളതായ ആ ഉപകരണങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. ആ ഉപകരണങ്ങളുടെ പ്രാധാന്യം സമാഗമന കൂടാരത്തിൽ എത്രയാണോ അതുപോലെ പ്രാധാന്യം നമുക്ക് ആ വസ്തുവിനെ കുറിച്ചുള്ളതായ ആ പ്രാധാന്യത നമ്മുടെ ആരാധനയിൽ വെളിപ്പെട്ടു വരണം. മൂന്നാമത്തെ ഭാഗം കാഴ്ചയപ്പത്തിന്റെ മേശയാണ്. The table of showbread was the third item in the tabernacle. It was placed in the holy place on the north side
the right side as the priest entered. പുരോഹിതൻ കൂടാരത്തിലേക്ക് കടക്കുമ്പോൾ അവന്റെ വലത്ത് ഭാഗത്തായിട്ടാണ് ഈ മേശ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പേരെങ്ങനെ വരാൻ കാരണം ആ മേശമേൽ വെച്ചിരിക്കുന്ന അപ്പത്തിന്റെ പ്രത്യേകതയാണ്. ആ അപ്പം എന്ന് പറയുന്നത് ദൈവമുമ്പാകെ ഓഫറിംഗ് ആയി, ദൈവമുമ്പാകെ കാഴ്ചയായി സമർപ്പിക്കുകയാണ്. ദൈവമുമ്പാകെ സമർപ്പിക്കപ്പെട്ടതായ 12 അപ്പം വെച്ചിരിക്കുന്നതായ മേശ. അതുകൊണ്ടാണ് അതിനെ ടേബിൾ ഓഫ് ഷോബ്രെഡ് അല്ലെങ്കിൽ കാഴ്ചയപ്പത്തിന്റെ മേശ എന്ന് പറയുവാൻ കാരണം. ഇത് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് അക്കേഷ്യ വുഡ്, എ റഫ് knotty wood that is hard to work with, a picture of fallen human nature. ഈ കാഴ്ചയപ്പത്തിന്റെ മേശ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അത് കതിരമരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കതിരമരത്തിന്റെ പ്രത്യേകത, എപ്പോഴും നമ്മൾ കതിരമരം എന്ന് കേൾക്കുമ്പോൾ അതിന്റെ പ്രത്യേകത നമ്മുടെ മനസ്സിൽ ഓടിയെത്തണം. എന്താണെന്നറിയാമോ? കതിരമരം വളരെ റഫായിരിക്കുന്ന പരുപരുത്ത വലിയ കടുപ്പമുള്ളതായ ഒരു തടിയാണ് ഈ കതിരമരം എന്ന് പറയുന്നത്. അതിന് മുട്ടുകൾ ധാരാളമുണ്ട്. മാത്രമല്ല അതിന്റെ കാഠിന്യം കൊണ്ട് അതിൽ വർക്ക് ചെയ്യുവാൻ വളരെ പ്രയാസമാണ്. എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് ചെത്തി ഒരുക്കി എടുക്കണമെങ്കിൽ ഒത്തിരി മാൻ പവർ അതിനകത്ത് വേണ്ടി വരും. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തടിയല്ല, വളരെ ഹാർഡായിട്ടുള്ള ഒരു തടിയാണ്. അപ്പോ അതെന്തുകൊണ്ടാണ് കതിരമരം തന്നെ ദൈവം തിരഞ്ഞെടുത്തെന്ന് ചോദിച്ചാൽ, ഈ കതിരമരം എന്ന് പറയുന്നത് മനുഷ്യന്റെ അഥവാ വീണുപോയ മനുഷ്യന്റെ ഒരു പ്രതീകമാണ്. മനസ്സിലായോ? വീണുപോയ ഒരു മനുഷ്യന്റെ പ്രതീകമാണ്. ആ തടി പണി ചെയ്യുവാൻ പ്രയാസമാണ് എന്നതുപോലെ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ വളരെ പ്രയാസമുള്ളതായ കാര്യമാണ്. ദ വുഡ് വാസ് ദെൻ, ഈ എന്ത് ചെയ്യുന്നു? ആ കതിരമരം കൊണ്ട് മേശ അല്ലെങ്കിൽ മേശയ്ക്കുള്ളതായ പലകയും കാലുകളും ഉണ്ടാക്കിയിട്ട് അത് അതുപോലെ വെക്കുകയില്ല. അല്ല, ദ വുഡ് വാസ് ദെൻ overlaid with pure gold, symbolizing the divine nature that covers our human weakness. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ അതിനെന്ത് ചെയ്യണം? പൊന്നുകൊണ്ട്, തങ്കം കൊണ്ട് പൊതിയണം എന്നുള്ളതാണ്. ശുദ്ധമായ തങ്കം കൊണ്ട് പൊതിയണം. എന്താണ് എന്നെ കാണിക്കുന്നത്? സിംബലൈസിങ് ഡിവൈൻ നേച്ചർ ആൻഡ് കവേഴ്സ് അവർ വീക്ക്നെസ്. നമ്മുടെ ബലഹീനത കവർ ചെയ്യപ്പെടുന്ന ദൈവിക സ്വഭാവമാണ് അതുകൊണ്ട് കാണിക്കുന്നത്. പൊന്ന് ദൈവിക ഭാവത്തെയാണ് കാണിക്കുന്നത്, ദൈവിക വിശുദ്ധിയെയാണ് കാണിക്കുന്നത്, ഡിവൈനിറ്റിയാണ് കാണിക്കുന്നത്. അപ്പൊ പൊന്നുകൊണ്ട് പൊതിയുക എന്ന് പറയും. കതിരമരത്തെ പൊന്നുകൊണ്ട് പൊതിയുക എന്ന് പറയുമ്പോ മനുഷ്യന്റെ ബലഹീനതയെ എന്ത് ചെയ്യുന്നു? ദൈവം തന്റെ ഡിവിനിറ്റിയാൽ, ദൈവം തന്റെ ദിവ്യത്വത്താൽ മറയ്ക്കുകയാണ്. അപ്പൊ ദൈവസന്നിധാനത്തിൽ ഒരു വ്യക്തി കടന്നു ചെല്ലുമ്പോ അവന് ബലഹീനതയുണ്ട് എന്നുള്ളത് അവൻ സമ്മതിക്കുകയാണ്. നമ്മൾ ആരാണ്? നമ്മൾ വാസ്തവത്തിൽ കതിരമരമാണ്. കതിരമരത്തിന്റെ സകല ദോഷങ്ങളും ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ. ആ കതിരമരത്തെ വളരെ പ്രയാസപ്പെട്ട് അതിന്റെ മുട്ടുകളൊക്കെ ചീകിക്കളഞ്ഞ് അതിന്മേൽ വർക്ക് ചെയ്ത് ഒരു ഷേപ്പൊക്കെ വരുത്തിയിട്ട് അത് അതുപോലെ കൊണ്ടുപോകുകയല്ല, അതിനെ ദിവ്യ സ്വഭാവമുള്ളവരായി മാറ്റുകയാണ്. അതുകൊണ്ടാണ് പത്രോസ് ലേഖനം എഴുതിയിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കേണ്ടതിന് നാം എന്ത് ചെയ്യണം? ദിവ്യ സ്വഭാവമുള്ളവരായി മാറണം. ദൈവം എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്, ദൈവം എനിക്ക് എല്ലാ അരുളപ്പാട് തന്നിട്ടുണ്ട്, ദൈവം എന്നെ നടത്തുന്നുണ്ട് എന്നൊക്കെ ഉള്ളതായ ചിന്ത നല്ലതാണ്. ദൈവം ആലോചന പറയുന്നു എന്നുള്ളത് നല്ലതാണ്. ദൈവം നടത്തുന്നു എന്ന് പറയുന്നത് നല്ലതാണ്. ദൈവിക വാഗ്ദത്തങ്ങൾ എനിക്ക് ഒത്തിരി ഉണ്ട് എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷേ ദൈവിക വാഗ്ദത്തം നാം പ്രാപിക്കണമെങ്കിൽ നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണമെന്ന് പത്രോസ് നമ്മളെ ഓർപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. Praise the Lord. The wood was then overlaid with pure gold, symbolizing the divine nature that covers our human weakness.
അതിന്റെ സ്പിരിച്വൽ സിഗ്നിഫിക്കേഷൻ ഓഫ് ദ ടേബിൾ ആണ് അടുത്ത് പറയാൻ പോകുന്നത്. അതായത് ഈ കാഴ്ചയപ്പത്തിന്റെ മേശയുടെ ആത്മീയമായ പ്രാധാന്യം. The rough wood reminds us that in our natural state we are unfit for any spiritual work. മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ആ പ്രാകൃത സ്വഭാവമുണ്ടല്ലോ, പ്രാകൃത സ്വഭാവം എന്ന് പറഞ്ഞാൽ അവന് ജന്മനാ കിട്ടുന്നതായ ഒരു സ്വഭാവമുണ്ട്. ജന്മനാ കിട്ടുന്ന സ്വഭാവം എന്താണ്? ജന്മനാ കിട്ടുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ പാപത്തോടുള്ളതായ അഭിനിവേശം, ലോകത്തോടുള്ളതായ അഭിനിവേശം, പാപം ചെയ്യുവാനുള്ളതായ ഉത്കടമായ പ്രവണത, മറുഭാഗത്ത് നന്മ ചെയ്യുവാനുള്ളതായ മടി. ഇത് ഒരു മനുഷ്യനിൽ സ്വാഭാവികമാണ്, ജന്മനാ കിട്ടുന്ന ഒരു കാര്യമാണ്. ജനിച്ചു വീഴുന്നതായ ഒരു ശിശു അവൻ അല്പമൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പ്രായമാകുമ്പോ അവനിൽ ഈ സ്വഭാവമാണ് ആദ്യം വെളിപ്പെട്ടു വരുന്നത്. ഒരു കാര്യം അവന് ഇഷ്ടമുള്ളത് കണ്ടു കഴിഞ്ഞാൽ എടുത്ത് മറച്ചു പിടിക്കാനും, കുറ്റം ചെയ്തത് കുറ്റമാണ് അല്ലെങ്കിൽ തെറ്റാണ് ചെയ്തത് എന്ന് അറിയാമെന്നിരിക്കെ ആ തെറ്റിനെ മറച്ചു പിടിക്കുവാൻ, കള്ളം പറഞ്ഞ് എങ്ങനെങ്കിലും സ്വന്തം തടി രക്ഷിക്കാൻ, ഇതൊക്കെ ശിശുക്കൾക്കുള്ളതായ പ്രവണത വളരെയാണ്. അവർക്ക് അറിയാൻ തെറ്റാണെന്ന്, പക്ഷെ ആ തെറ്റ് ചെയ്യാതിരിക്കുവാൻ അവർക്ക് കഴിയത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോ അത് ഹ്യൂമൻ നേച്ചറിൽ, അവന് പ്രകൃതിയാൽ ലഭിക്കുന്നതായ കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പ്രകൃതിയാൽ നമ്മൾ ആരായിരുന്നു? കോപത്തിന്റെ മക്കളാണ്. ദൈവ കോപം നമ്മുടെ മേൽ ആഴമായി വരത്തക്ക രീതിയിൽ പ്രകൃതിയാൽ നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു. ആ കോപത്തിന്റെ മക്കളായ നമ്മെ എന്ത് ചെയ്തു? ദൈവം തന്റെ മക്കളാക്കി രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോ the rough wood reminds us that in our natural state we are unfit for any spiritual work. അങ്ങനെയുള്ളതായ ഒരു മനുഷ്യനെ, കള്ളം പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച്, അസൂയപ്പെടുന്ന ഒരു മനുഷ്യനെ കുറിച്ച്, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ദേഷ്യം വരുന്നതായ ഒരുവനെ വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു ആത്മീക പ്രവൃത്തി ചെയ്യുവാൻ കഴിയത്തില്ല. അപ്പോ അവനെന്ത് ചെയ്യണം? ഈ നാച്ചുറൽ ക്യാരക്ടർ എന്ന് പറയുന്ന, നാച്ചുറൽ ബിഹേവിയർ എന്ന് പറയുന്ന അതിൽ നിന്ന് അവൻ മറയ്ക്കപ്പെടണം, അല്ലെങ്കിൽ അവൻ ഒഴിച്ചു നിർത്തപ്പെടണം. യെശയ്യാവിന്റെ പുസ്തകം 64-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണി പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ അതുകൊണ്ട് തന്നെ only when our lives are covered with the holiness and righteousness of Christ can we become useful in God's service. ഈ പ്രാകൃത സ്വഭാവം ദൈവം നമ്മിൽ നിന്ന് മറച്ചെങ്കിൽ മാത്രമേ. എങ്ങനെ മറയ്ക്കുന്നത്? covered with the holiness and righteousness of Christ. ക്രിസ്തുവിന്റെ നീതിയാലും തന്റെ വിശുദ്ധിയാലും അത് മറയ്ക്കപ്പെട്ട് കഴിയുമ്പോ നാം ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ നാം യോഗ്യരായി തീരുകയാണ്. അപ്പോ ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ, യൂസ്ഫുൾ ഫോർ ഗോഡ് സർവീസ്, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ യോഗ്യരാകണമെങ്കിൽ പ്രകൃതിയാലുള്ളതായ ഈ സ്വഭാവത്തെ നാം ജയിക്കുന്നവരായിരിക്കണം. രണ്ട്, ദ പ്രിസൈസ് മെഷർമെന്റ് ഓഫ് ദി ടേബിൾ, അതായത് ആ മേശയ്ക്ക് കൃത്യമായ അളവ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 3 അടി നീളവും 1.5 അടി വീതിയും 2.25 അടി പൊക്കവുമാണുള്ളത്. 2.25 അടി എന്ന് പറയുമ്പോ നമുക്കറിയാം, ഏതൊരു മനുഷ്യനും അത് അറ്റൈൻ ചെയ്യാവുന്ന ഒരു ഹൈറ്റാണ്. 6 അടി പൊക്കമാണെങ്കിൽ എല്ലാവർക്കും അത് അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. 5 അടി പൊക്കമാണെങ്കിലും എല്ലാവർക്കും അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിന്റെ ഹൈറ്റ് എത്രയേ ഉള്ളൂ? വെറും 2.25 അടി പൊക്കമാണ്. അപ്പോ ആ ലിമിറ്റഡ് മെഷർമെന്റ് അല്ലെങ്കിൽ ലിമിറ്റഡ് ഹൈറ്റ് എന്തിനാ സൂചിപ്പിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ,
ഏതൊരു വ്യക്തിക്കും അറ്റൈൻ ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ എത്തിപ്പിടിക്കുവാൻ കഴിയുന്ന പൊക്കം മാത്രമേ ഈ ടേബിളിലുള്ളൂ. ദൈവം പറയുമ്പോ സ്വർഗത്തിൽ നിന്ന് ആർ ഇറങ്ങി കൊണ്ടുവരുമെന്ന് വിചാരിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം എവിടല്ല, വചനം എവിടല്ല, സ്വർഗത്തിൽ ഇരിക്കുകയല്ല. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ആർക്കും പ്രാപിക്കത്തക്കതായ വിധത്തിൽ എളുപ്പത്തിലാണ് ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ 1.5 അടി 3 അടി നീളവും 1.5 അടി വീതിയും 2.25 അടി ഹൈറ്റും ആ ലിമിറ്റഡ് മെഷർമെന്റ്. അപ്പോ ഒരു മനുഷ്യന് കുറെ അധികം അക്കേഷ്യ വുഡ് കിട്ടിയെന്നിരിക്കട്ടെ, ഒരു മനുഷ്യന് കുറെ അധികം തങ്കം കിട്ടിയെന്നിരിക്കട്ടെ, ഒരു കാഴ്ചയപ്പത്തിന്റെ മേശ ഉണ്ടാക്കണമെങ്കിൽ എന്റെ കിട്ടിയതായ തടിക്കനുസരിച്ച് എനിക്കൊരു 5 അടി നീളവും 3 അടി വീതിയും ഒരു 4.5 അടി പൊക്കവും ഉള്ളതായ ഒരു ടേബിൾ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് അനുവദനീയമല്ല. ദൈവം നൽകിയിരിക്കുന്ന ആ അളവിന്റെ പരിമിതിക്കുള്ളിലായിരിക്കണം ഓരോ ദൈവ പൈതലും എന്ന് സൂചിപ്പിക്കുകയാണ്. 2.25 അടി എന്ന് പറഞ്ഞാൽ 2.25 അടി മാത്രം, അത് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അപ്പോ എന്താണ് അതിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പ്രമാണമുണ്ടല്ലോ, ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, ആ വചനത്തിനൊരു കൃത്യമായ അളവുണ്ട്, ആ കൃത്യമായ സൈസ് ഉണ്ട്, കൃത്യമായ കാര്യങ്ങളുണ്ട്, കൃത്യമായ ഇൻസ്ട്രക്ഷൻസും കൃത്യമായ ഉപദേശങ്ങളുമുണ്ട്. മനുഷ്യന്റെ കഴിവനുസരിച്ചോ മനുഷ്യന്റെ അറിവില്ലായ്മ കൊണ്ടോ അതിൽ അല്പം പോലും കുറയ്ക്കുവാനും പാടില്ല. അവന്റെ ജ്ഞാനത്തിന്റെ ബഹുത്വം കൊണ്ട് അത് അവൻ്റെതായ ആഗ്രഹത്തിനനുസരിച്ച് അത് വലുതാക്കുവാനും പാടില്ല. വചനത്തോട് കുറയ്ക്കുവാനും പാടില്ല, കൂട്ടുവാനും പാടില്ല. വചനം ഉള്ളതുപോലെ അത് ചെയ്യണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നതായ കാര്യം. അപ്പോ ദൈവവചനത്തിന്റെ ആ കൃത്യതയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോ 14-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം, ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 14 വേഴ്സസ് 40 നമ്മൾ വായിക്കുമ്പോ, ലെറ്റ് ഓൾ തിങ്സ് ബി ഡൺ ഡീസന്റ്ലി ഇൻ ഓർഡർ. എല്ലാ കാര്യങ്ങളും ക്രമമായും ശാന്തമായും ചെയ്യണം എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഒരു സഭയുടെ പണി, പ്രൈസ് ദി ലോർഡ്, ഒരു ദൈവിക കുടുംബത്തിന്റെ പണി, കർത്താവിനെ സേവിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പണിയപ്പെടേണ്ടത് എങ്ങനെയായിരിക്കണം? നിശ്ചയമായും ആ കൃത്യമായ അളവിനനുസരിച്ചായിരിക്കണം. നെവർ ട്രൈ ടു ഗോ ബിയോണ്ട് ദ മെഷർ ഓഫ് ഗ്രേസ് ഓർ അതോറിറ്റി ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ യു. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ആ അതോറിറ്റിക്ക് അപ്പുറമായി, ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നതായ കൃപയ്ക്ക് അത് കവിഞ്ഞു പോകാത്തതായ അല്ലെങ്കിൽ കൃപ ക്രോസ് ചെയ്തു പോകാത്തതായ വിധത്തിൽ വേണം നാം ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ. എന്ന് പറഞ്ഞാൽ സകല കാര്യവും ദൈവത്തോട് ചോദിച്ചു മാത്രമേ ഒരു ദൈവ പൈതൽ ചെയ്യാം. ഇനി ആ കാഴ്ചയപ്പത്തിന്റെ മേശയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ആ അളവ് കൃത്യമായി നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്താണ് അതിന്റെ അളവ്? ഒന്നും കൂടെ ഞാൻ പറയാം. 3 അടിയാണ് അതിന്റെ നീളം, നേരെ പകുതി 1.5 അടിയാണ് അതിന്റെ വീതി, 2.25 അടിയാണ് അതിന്റെ പൊക്കം. ഇങ്ങനെയുള്ളതായ മേശ, ആ മേശ ഉണ്ടാക്കുന്നതിന്റെ വിശദീകരണം നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ ഞാൻ വായിച്ചല്ലോ. ആ മേശ ഉണ്ടാക്കിയിട്ട് ആ മേശയ്ക്ക് ചുറ്റും അതിന് വക്കുണ്ടാക്കണം, അതിന് കാലുകളോട് ചേർന്ന് വളയമുണ്ടാക്കണം, ആ വളയത്തിൽ കൂടെ തണ്ട് ചെലുത്തണം, ആ തണ്ട് വളയത്തിൽ കൂടെ ചെലുത്തിയിട്ട് ആ തണ്ടുകളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? തോളിൽ വെച്ച് ചുമക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ അറിയാനായിട്ട് കഴിയും. കാലിനോട് ചേർന്ന് ആ ഷൂബെട്ടിന്റെ കാലിനോട് ചേർന്നുള്ളതായ ആ വളയം കൊണ്ട് ആ വളയത്തിനകത്തൂടെ ആ കൊടുത്തിരിക്കുന്നതായ ആ തടിയുണ്ട്. ഇത് വേണം എന്ത് ചെയ്യേണ്ടത്? തോളിൽ വെച്ച് ചുമക്കേണ്ടത്. ഇഷ്ടം പോലെ കൊണ്ടുപോകുവാൻ പ്രമാണമില്ല, അത് നിർമ്മിക്കുന്നതിന് പ്രമാണമുണ്ട്.
വെക്കുന്നതിന് പ്രമാണമുണ്ട്. അതൊരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കം ചെയ്യുന്നതിനുള്ളതായ ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതൊന്നും തെറ്റിക്കുവാനായിട്ട് പാടില്ല. ദൈവത്തിന്റെ പ്രവർത്തികൾക്കെല്ലാം തന്നെ എന്തുണ്ട്? കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട്, കൃത്യമായ അളവുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ആ ടേബിളിന്റെ പുറത്തുള്ളതായ ബ്രെഡ് എന്താണെന്ന് നോക്കാം. ലേവ്യ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ ലേവ്യ പുസ്തകം ഉള്ളവർ ഒന്നെടുത്താട്ടെ. ലേവ്യ പുസ്തകം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ അപ്പത്തിന്റെ പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാഴ്ചയപ്പത്തിന്റെ മേശയുടെ പുറത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായ അപ്പത്തിന്റെ പ്രത്യേകത, ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. 24-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. നീ നേരിയ മാവെടുത്ത് അതുകൊണ്ട് 12 ദോശ ചുടണം. ഓരോ ദോശ 2 ഇടങ്ങഴി മാവ് കൊണ്ടായിരിക്കണം. അവയെ യഹോവയുടെ സന്നിധിയിൽ തങ്കമേശമേൽ 2 അടുക്കായിട്ട് ഓരോ അടുക്കിൽ 6 വീതം വെക്കണം. ഓരോ അടുക്കിന്മേൽ നിർമ്മലമായ കുന്തിരുക്കം വെക്കണം. അത് അപ്പത്തിന്മേൽ നിവേദ്യമായി യഹോവയ്ക്ക് ദഹന യാഗമായിരിക്കണം. അപ്പോ എങ്ങനെയും ഉണ്ടാക്കാനായിട്ടുള്ളതല്ല ഈ അപ്പം. ഈ അപ്പം ഉണ്ടാക്കേണ്ടതിന് മാവിന്റെ അളവും അപ്പം ഉണ്ടാക്കേണ്ട രീതിയും അപ്പത്തിന്റെ വേവിന്റെ അളവും അപ്പത്തിന്റെ സൈസും ഒക്കെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. എന്തെടുക്കണം? നേരിയ മാവെടുക്കണം. ആൻഡ് thou shalt take fine flour and bake 12 cakes thereof. 2 tenth shall be in 1 cake. 2 ഇടങ്ങഴി മാവായിരിക്കണം ഒരപ്പം ഉണ്ടാക്കേണ്ടതിന്. And thou shalt set them in 2 rows, 6 on a row upon the pure table before the Lord. ദൈവം മുമ്പാകെ വെച്ചിരിക്കുന്ന ഈ മേശയുടെ പുറത്ത് 6 വീതമുള്ളതായി അടുക്കുകളായി 2 അടുക്കിലും കൂടെ 12 അപ്പമായിരിക്കണം വെക്കേണ്ടത്. 12 അപ്പം എന്തിനെയാ കാണിക്കുന്നത്? 12 അപ്പം 12 ഗോത്രങ്ങളെയാണ് കാണിക്കുന്നത്. ഈ ബ്രെഡ് ഉണ്ടാക്കുന്നതിന് എടുക്കേണ്ടതായ മാവ് എങ്ങനെ ആയിരിക്കണം? നേരിയ മാവായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഫൈൻ ഫ്ലോർ ആയിരിക്കണം. നമുക്കറിയാം, നമ്മുടെ അപ്പത്തിന് മാവ് പൊടിക്കുന്നത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമുക്കൊക്കെ അപ്പത്തിന്റെ മാവ് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് ഒരുപക്ഷെ അപ്പത്തിന്റെ മാവ് പൊടിക്കുന്നതിന്റെ ആ ലാഘവം ഒരുപക്ഷെ അറിയാത്തവർ കാണും. പക്ഷെ എന്റെയൊക്കെ സമയത്ത് അപ്പത്തിന്റെ മാവ് പൊടിക്കുന്നത് വളരെ പ്രയാസമുള്ളതായ കാര്യമാണ്. അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് കഴുകി ഊറ്റിവാരി വെച്ച് ഇടിക്കാനായിട്ട് എടുക്കുമ്പോ ആ ഇടിച്ചെടുക്കുന്നതായ മാവ് അരിച്ചെടുക്കുന്നതായ ഒരു പ്രോസസ് ഉണ്ട്. അപ്പത്തിനാണ് മാവ് എടുക്കുന്നതെങ്കിൽ അത് കയ്യിലെടുത്തൊന്ന് നേടി നോക്കും. കയ്യിലെടുത്ത് നേടി നോക്കുമ്പോൾ അതിനകത്ത് അല്പം പോലും തരി പാടില്ല. ഫൈൻ ഫ്ലോർ ആയിരിക്കണം. അപ്പത്തിന് മാവെടുക്കുന്നത് നേരിയ മാവായിരിക്കണം. That flour must be properly grounded. It has to be completely broken. This is the word of God should do in a person. നോക്കൂ, ആ അരി അല്ലെങ്കിൽ ആ ധാന്യം, ഗോതമ്പാകട്ടെ യവമാകട്ടെ അരിയാകട്ടെ, ആ ധാന്യം കൊണ്ടുവന്ന പൊടിക്കുമ്പോ ചിലത് പൊടിയാതെ കിടന്നാൽ, ചിലത് പകുതി പൊടിഞ്ഞാൽ, ചിലതിനകത്ത് തരി ഉണ്ടെങ്കിൽ അത് ഈ അപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കത്തില്ല. അതിനകത്തുള്ളതായ ആ തരിയും പൊടിയാതെ കിടക്കുന്നതായ മണിയും പകുതി പൊടിഞ്ഞതായ ആ കഷണവും ഒക്കെ അതിനകത്തുനിന്ന് അരിച്ചു മാറ്റും. ആ മാവ് എന്തായിരിക്കണം? അത് ഫൈൻ ഫ്ലോർ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ദൈവവചനത്തിന് മുമ്പാകെ ദൈവസന്നിധാനത്തിൽ പരിപൂർണമായും തകർക്കപ്പെട്ടതായ അനുഭവത്തിൽ കടന്നു വന്നിരിക്കണം ഒരു വ്യക്തി. ഒരു വ്യക്തിയുടെ ആത്മീയ അനുഭവമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗത്തിൽ ഗോതമ്പ് മണിയായിരുന്നവൻ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി നിലത്ത് വീണ് ചത്തു. പ്രൈസ് ദി ലോർഡ്. അത് പൊടിയായി, അത് കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്.
ആ തകർക്കപ്പെട്ടത് കൊണ്ട്, നമുക്ക് വേണ്ടി ആ ഗോതമ്പ് മണി തകർക്കപ്പെട്ടത് കൊണ്ട് അതിൽ നിന്ന് അനേക ജീവിതങ്ങൾ, അനേകർ ഉയർത്തെഴുന്നേൽക്കുവാൻ, അനേകർ രൂപപ്പെട്ടു വരുവാൻ ഇടയായിട്ട് തീരുകയാണ്. ഒരു വ്യക്തി ദൈവസന്നിധാനത്തിൽ പരിപൂർണമായി സമർപ്പിക്കുമ്പോഴാണ്, പരിപൂർണമായി വചനപ്രകാരം തകർക്കപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ദൈവസന്നിധാനത്തിൽ ഉപയോഗിപ്പാനിടയായിട്ട് തീരുന്നത്. ഇറ്റ് ഹാസ് ടു ബി കംപ്ലീറ്റ്ലി ബ്രോക്കൺ. ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് ഷുഡ് ഡു ഇൻ എ പേഴ്സൺ. Man was made from fine dust. It also have no sort that is so fine. If any unbroken particle in that, he cannot work on it. As long as it is so fine, God will wait to work on it. എത്രത്തോളം അത് ഫൈനാകുന്നു, എത്രത്തോളം അത് നേരിയ പൊടിയായി മാറുന്നു, എത്രത്തോളം അതിനകത്ത് തരി ശേഷിക്കാതിരിക്കുന്നുവോ അത്രത്തോളം രുചികരമായ അപ്പമായി അത് രൂപപ്പെട്ടു വരുവാനായിട്ടിടയാണ്. അപ്പോ ആ അപ്പത്തെ നോക്കുമ്പോൾ മനസ്സിലാക്കിക്കണം, സമാഗമന കൂടാരത്തിന്റെ വിശുദ്ധ കൂടാരത്തിലേക്ക് അകത്തേക്ക് ചെല്ലുമ്പോ വലതുവശത്തായിരിക്കുന്നതായ മേശ, ആ മേശയുടെ നിർമ്മാണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ മേശയുടെ പുറത്തിരിക്കുന്നതായ അപ്പം നോക്കുമ്പോ ആ അപ്പം ഒന്ന് നമ്മളെ തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിലുപരി ആ അപ്പം കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. അതിലുപരി ആ അപ്പം എന്ന് പറയുന്നത് ഇസ്രായേൽ ഗോത്രങ്ങളുടെ, ആ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെയുമാണ് കാണിക്കുന്നത്. അത് മേശമേൽ സുരക്ഷിതമായിരിക്കുകയാണ്. ദൈവത്തെ സേവിക്കുന്നവർ, ദൈവകരങ്ങൾ ദൈവസന്നിധാനത്തിൽ സുരക്ഷിതരായിരിക്കും എന്ന് അത് നമ്മെ ഓർപ്പിക്കുകയാണ്. ഒത്തിരി സിഗ്നിഫിക്കൻസ്, സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് നമുക്കതിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. 12 അപ്പമാണ്. 12 loaves arranged in 2 rows were placed on the table. ഓരോ ശബത്തും എന്ത് ചെയ്യണം? ഈ അപ്പം മാറ്റി വെക്കണം. അപ്പോ 12 അപ്പം ചുട്ട് കഴിഞ്ഞാൽ ഈ അപ്പം എത്ര ദിവസം ഇരിക്കണം കേടുകൂടാതെ? ഈ അപ്പം കേടുകൂടാതെ അടുത്ത 7 ദിവസം ആ ടേബിളിന്റെ പുറത്ത് ഇരിക്കണം. എന്നിട്ട് ഈ അപ്പം എടുത്ത് കളയുകയല്ല. 7 ദിവസം പഴക്കമുണ്ടല്ലോ എന്ന് പറഞ്ഞ്, നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒരു ട്രാഷ് ബാഗ് കൊണ്ടുവന്ന് അതിനകത്ത് എടുത്തിട്ട് അതിന്റെ മൂടിക്കെട്ടി എവിടെങ്കിലും കൊണ്ടുവന്ന് ഗാർബേജ് ബിന്നിൽ ഇടാനല്ല അപ്പം അവിടെ വെക്കുന്നത്. The 12 laws represents the 12 tribes of Israel. God's people always in his presence and sustained by his provision. ഇതാണ് അത് സൂചിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ജനമെന്ന് പറയുന്നത് ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നവരാണ്, ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്നവരാണ്, ദൈവത്താൽ കരുതപ്പെടുന്നവരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. 51-ാം സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, the sacrifices of God are broken spirit, a broken and contrite heart, O God, thou will not despise. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല. എന്താണ്? അതാണ് ആരാധന. മനസ്സിലായോ? ആലയത്തിലേക്ക് ചെല്ലുമ്പോ എന്താണ് ആരാധന? ആരാധന എങ്ങനെയാണ് നമുക്കത്, ഈ കാഴ്ചയപ്പത്തിന്റെ മേശ നമ്മളെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? അതാണ് 51-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ എന്താണ്? തകർന്ന മനസ്സ്. അപ്പത്തിന് മാവ് പൊടിഞ്ഞ് ഫൈനായി തീരുന്നത് പോലെ ദൈവസന്നിധാനത്തിൽ തകർന്ന ഹൃദയത്തോടെ, കർത്താവേ, എന്റെ നേച്ചർ ഉണ്ടല്ലോ, എന്റെ ജെനുവിൻ നേച്ചർ ഉണ്ടല്ലോ, അത് അങ്ങേക്ക് വർക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. എന്റെ പാരമ്പര്യമായി എനിക്ക് കിട്ടിയ സ്വഭാവമുണ്ടല്ലോ, അതിൽ അങ്ങേക്ക് വർക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല. ഞാൻ എന്റെ കുടുംബ മഹിമയിൽ പ്രശംസിക്കുന്നുണ്ടല്ലോ, അതിൽ അങ്ങേക്ക് പ്രവർത്തിപ്പാൻ കഴിയുകയില്ല. ഞാൻ അങ്ങയുടെ മുമ്പാകെ തകർത്ത് ഏൽപ്പിക്കുന്നു. ഇങ്ങനെയുള്ളതായ ഒരു വ്യക്തിക്ക് പ്രൈസ് ദി ലോർഡ് സ്വയം അഭിമാനിക്കുവാൻ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കണം. നമുക്കുള്ളത് എന്താണെങ്കിലും അത് ദൈവത്തിങ്കിൽ നിന്ന് കിട്ടിയതായ ദാനം മാത്രമാണ് എന്ന് ചിന്തിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക്
അഭിമാനിക്കാൻ, ദൈവസന്നിധാനത്തിൽ പ്രൗഡ് കാണിക്കാൻ ഒന്നുമില്ല. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, റോമാലേഖനം 12-ാം അധ്യായത്തിൽ, ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ഓരോരുത്തരും അവനവന് ലഭിച്ചതിനൊത്തം ഭാവിക്കണമെന്ന് ഞാൻ നിന്നെ ഓർപ്പിക്കുന്നു. ഭാവിക്കേണ്ടതിന് മീതെ എന്ത് ചെയ്യരുത്? നമ്മൾ ഭാവിച്ചുയരരുത്. ഇല്ലാത്ത കാര്യങ്ങൾ ബോസ്റ്റ് ചെയ്യരുത്. ഉള്ള കാര്യങ്ങൾ ബോസ്റ്റിംഗ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ പോലും ബോസ്റ്റിംഗ് ആയിട്ട് പറയുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അത് എന്തുകൊണ്ട്? ദൈവം തരാത്തതായി നമ്മുടെ മക്കൾ ഒന്നുമില്ല. ബുദ്ധിയാകട്ടെ, ആരോഗ്യമാകട്ടെ, പ്രായമാകട്ടെ, നമ്മുടെ കഴിവാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, കുടുംബ മഹിമയാകട്ടെ, ഒന്നും പ്രശംസിക്കുവാനില്ല. ദൈവം തന്നതായ ദാനം മാത്രമാണ്. ഏതെങ്കിലും വിഷയത്തിൽ പുറമേ വേണ്ട, ഉള്ളത്തിൽ പ്രശംസിക്കുന്നു എങ്കിലും ആ പ്രശംസ ദൈവസന്നിധിയിൽ കുറ്റകരമാണ് എന്നോർക്കും നല്ലതായിരിക്കും. ആ ടേബിൾ ഓഫ് ഷോബ്രെഡിന്റെ മുകളിലിരിക്കുന്നതായ ആ ബ്രെഡ് കാണിക്കുന്നത് അതാണ്. ആലയത്തിലേക്ക് കടക്കുമ്പോ ആദ്യം തകർന്ന ഹൃദയം ഉണ്ടാകണം. തകർന്നും നുറുങ്ങിയുമുള്ളതായ ഹൃദയത്തോടു കൂടി ആരാധനാലയത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് വരുന്നവരിൽ മാത്രമേ ദൈവത്തിന് പ്രസാദം വരികയുള്ളൂ. നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കണം. ഹാബേലിൽ ദൈവം പ്രസാദിച്ചത് കൊണ്ട് അവന്റെ ബെഖോറാക്ക് ദൈവത്തിന് അക്സെപ്റ്റബിളായി. ഹാബേൽ കൊണ്ടുവന്നതായ ആ യാഗം ബെഖോറാക്കായി മാറുവാൻ കാരണം എന്താണ്? അവന്റെ മനോഭാവമാണ്, ഹാബേലിന്റെ ആറ്റിറ്റ്യൂഡാണ്, ഹാബേലിന്റെ മനോഭാവമാണ്, ഹാബേലിന് കൊടുക്കുവാനുള്ളതായ മനസ്സാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞ് അവനെ അവന്റെ പിതാവ് അവനെ ഏൽപ്പിച്ചതായ കാര്യം അവന് സ്വമേധയാ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തി. ദൈവത്തിന് വേണ്ടി അത് സ്വമേധയാ കൊടുത്തു. ആരും നിർബന്ധിച്ചിട്ടല്ല, സ്വമേധയാ കൊടുത്തു. അതുകൊണ്ട് ദൈവം മുമ്പാകെ എന്തായി മാറി? ബെഖോറാക്കി മാറി. ദൈവം അവനിൽ പ്രസാദിപ്പാനിടയായി. അപ്പോ പുതിയ നിയമ ആരാധനക്കാരായ നാം എന്ത് ചെയ്യണം? പുതിയ നിയമ ആരാധനക്കാരായ നാം പഴയ നിയമത്തിന്റെ ആ വെർച്വൽ ഫങ്ഷൻ അത് സ്പിരിച്വൽ ഫങ്ഷൻ ആക്കി മാറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾക്ക് വന്നതായ കുഴപ്പം എന്താണെന്നറിയാമോ? അവർക്ക് കൊടുത്തതായ ആ വെർച്വൽ മാറ്റേഴ്സ് അവർ വെർച്വലായി മാത്രം കണ്ടു. ആ വെർച്വൽ മാറ്റേഴ്സിൽ കൂടെ അവര് കൺവേർട്ട് ചെയ്യപ്പെടേണ്ടതായ ഒരു സ്പിരിച്വൽ സ്റ്റാറ്റസിലേക്ക് അവർക്ക് കടന്നു വരുവാൻ കഴിഞ്ഞില്ല. അതാണ് ന്യായപ്രമാണം അവർക്ക് തോൽവിയായി പോയത്. ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കുവാൻ കഴിയാത്തത് കൊണ്ടോ, അത് കഠിനമായത് കൊണ്ടോ, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് അത് എന്താ പറയുന്നേ, അത്രത്തോളം നിഷ്ഠൂരമായതുകൊണ്ട് എന്നൊന്നുമല്ല. അത് അതിന്റെ ആ വെർച്വൽ എഫക്റ്റിൽ കൂടെ, കാരണം സ്പിരിച്വൽ എഫക്റ്റ് മനസ്സിലാക്കുവാനുള്ളതായ പ്രായം അവർക്കില്ലായിരുന്നു. അതൊരു വെർച്വൽ എഫക്റ്റിൽ കൂടെ മനസ്സിലാക്കുവാൻ പ്രായമില്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? അതിന്റെ റിയാലിറ്റിയിൽ, അതിന്റെ മെറ്റീരിയൽ എഫക്റ്റിലേക്ക് അവരെ കൊണ്ടുവന്നു. ആ മെറ്റീരിയൽ എഫക്റ്റിൽ കൂടെ സ്പിരിച്വൽ എഫക്റ്റ് അവർക്ക് മനസ്സിലാക്കുവാൻ പരാജയപ്പെട്ടതാണ് ന്യായപ്രമാണം അവരിൽ പരാജയപ്പെടുവാനിടയായിട്ട് തീർന്നത്. കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? കർത്താവായ യേശുക്രിസ്തു അതിന്റെ സ്പിരിച്വൽ എഫക്റ്റ് പൂർണ്ണമായും നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതാണ് നമുക്ക് കിട്ടിയതായ നേട്ടം. പക്ഷെ ആ നേട്ടം കിട്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ഇസ്രായേൽ ജനത്തെക്കാൾ അധമരായി തീർന്നിരിക്കുകയാണ്. നാം എല്ലാവരും, അല്ലെങ്കിൽ അതിന്റെ ആ സ്പിരിച്വൽ എഫക്റ്റിലേക്ക് വരുന്നതിന് പകരം പ്രൈസ് ദി ലോർഡ് നാമും അതിന്റെ അക്ഷരത്തിന്റെ പ്രമാണത്തിലേക്ക് ഒതുങ്ങിക്കൂടുവാൻ ശ്രമിക്കുകയാണ്. വാക്കുകൊണ്ട് പറയുക, നോട്ടം കൊണ്ട് കാണിക്കുക, പ്രൈസ് ദി ലോർഡ്. ഇതല്ലാതെ ഹൃദയത്തകർച്ച ജീവിതത്തിൽ വളരെ വളരെ കുറവാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എനിത്തിങ് ലെഫ്റ്റ് കോസ് pride, self will hinder his work. ഹൃദയത്തിനകത്തുള്ളതായ
ആ ഭാവമുണ്ടല്ലോ, എന്താ പറയുന്നത്? കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നതൊന്നും നിങ്ങളെ അശുദ്ധമാക്കുന്നില്ല, പിന്നെയോ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നതാണ് നിങ്ങളെ അശുദ്ധമാക്കുന്നത്. ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന എന്താണ്? ദുശ്ചിന്ത, വ്യഭിചാരം, പിന്നെ കോപം, അസൂയ എന്ന് തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ കർത്താവ് അവിടെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഹൃദയത്തിനകത്ത് ഇത് തിങ്ങി നിറഞ്ഞിരിക്കുമ്പോ ഹൃദയം തകരുവാൻ കഴിയുന്നില്ല. ഹൃദയം അത് കഠിനപ്പെട്ടിരിക്കുകയാണ്. എത്ര വചനം പറഞ്ഞാലും കേൾക്കുകയില്ല, എത്ര ഉപദേശം പറഞ്ഞാലും സ്വീകരിക്കത്തില്ല, എത്ര താക്കീത് കൊടുത്താലും എന്ത് ചെയ്യത്തില്ല? മയക്കമില്ല, ഒരു മയമില്ലാത്ത അവസ്ഥ. അതാണ് നാം മാറ്റിക്കളയേണ്ടത്. അത് മാറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ആരാധന കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവത്തിന് അക്സെപ്റ്റബിൾ ആയി തീരുകയുള്ളൂ. ഇല്ല എങ്കിൽ നാം ചെയ്യുന്നതെല്ലാം വൃഥാവായി പോകുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. Each believer must allow the word of God to break them down and remove self-sufficiency. എനിക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയും, എനിക്ക് സ്വന്തമായിട്ടെല്ലാം അറിയാം, എന്നെ ആരും പ്രത്യേകിച്ച് ഉപദേശിക്കുന്നത്, ഇതൊക്കെ ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതാണ് സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്നത്. ദൈവവചനത്തിൽ കൂടെ നമുക്ക് തരുന്നതായ താക്കീതുകളോ, നമുക്ക് ലഭിക്കുന്നതായ ഉപദേശങ്ങളോ, നമുക്ക് ലഭിക്കുന്നതായ ആ ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഫുള്ളി അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയാതെ, ഇതൊക്കെ എനിക്കറിയാം, ഇതൊക്കെ ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളതാണ്, ഇതൊക്കെ ഞാൻ നേരത്തെ അനുസരിക്കുന്നതാണ് എന്നുള്ളതായ മനോഭാവം, അത് സെൽഫ് സഫിഷ്യൻസിലേക്ക് വരുന്നു. ആ സെൽഫ് സഫിഷ്യൻസി നമ്മൾ ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തിന് നമ്മുടെ മേൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയത്തില്ല. ദ ബ്രെഡ് വാസ് ബേക്ഡ് ബൈ പ്രീസ്റ്റ്. ഇത് ഇനിയും ഇതാരാ ഉണ്ടാക്കുന്നത്? വീട്ടിൽ വേലക്കാരി വെച്ചുണ്ടാക്കുക, അത് അപ്പം ഉണ്ടാക്കുകയല്ല, അല്ലെങ്കിൽ അഞ്ചാറ് സ്ത്രീകളെ വിളിച്ച് നിങ്ങൾ അരി പിടിച്ച് മാവ് ഉണ്ടാക്കുകയും അപ്പം ഉണ്ടാക്കാൻ പറയുകയല്ല. ആരാ ഉണ്ടാക്കേണ്ടത്? ദിസ് മെയ്ഡ് ബൈ പ്രീസ്റ്റ്. ദൈവത്തിന്റെ പുരോഹിതന്മാരാണ് ഈ അപ്പം ഉണ്ടാക്കേണ്ടത്. റിമെമ്പർ ദാറ്റ് ഹ്യൂമൻ സർവീസ് ഈസ് ഓൾവേസ് ഇൻപെർഫെക്റ്റ് ആണെങ്കിലും, മനുഷ്യന്റെ ആ പ്രവൃത്തി ഇൻപെർഫെക്റ്റ് ആണെങ്കിലും, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ ഉരുത്തിരിഞ്ഞു വരുന്നതായ ആ സമർപ്പണമാണ്. വാക്കുകൾ മാത്രമല്ല, പ്രവൃത്തിയിൽ കൂടെ ഉരുത്തിരിഞ്ഞു വരുന്നതായ സമർപ്പണം. We must serve God faithfully but never boast in our work. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, when you shall have done all these things which are commanded you, say we are unprofitable servants. വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന ശിഷ്യന്മാർ പറഞ്ഞപ്പോ കർത്താവ് ഒരു ഉപമ പറഞ്ഞതാണ്. യജമാനന് ഒരു ദാസനുണ്ട്. അവൻ രാവിലെ മുതൽ രാത്രി വരെ പോയി അധ്വാനിച്ചിട്ട് മടങ്ങി വരുമ്പോ കാലിന്മേൽ കാലും കയറ്റി വെച്ച് ചാരികസേന കിടക്കുന്നതായി യജമാനൻ പറയത്തില്ല, നീ നന്നായി ചെയ്തു, അതുകൊണ്ട് നീ പോയി വിശ്രമിച്ചോ എന്ന് പറയത്തില്ല. അവൻ വരുന്നത് കാണുമ്പോഴേ പറയും, നീ എന്റെ കാലൊന്ന് തിരുമിക്ക്, നീ എന്നെ ഒന്ന് ശുശ്രൂഷിക്ക്, എനിക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തുതാ എന്ന് പറഞ്ഞ് യജമാനൻ പറയുമ്പോ അവൻ ആ വന്ന ക്ഷീണത്തോടെ യജമാനൻ പറയുന്നതെല്ലാം അവന് വേണ്ടി ചെയ്തിട്ട് ഒടുവിൽ അവൻ എന്ത് പറയണം? ഇതൊന്നും നന്ദി പറയേണ്ട കാര്യം, യജമാനോട് നന്ദി പറയേണ്ട കാര്യമല്ല, ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് യജമാനന്റെ മുമ്പാകെ ആയിരിക്കുന്നതാണ് ഉറപ്പേറിയതായ വിശ്വാസം എന്ന് കർത്താവ് പഠിപ്പിക്കുന്ന രൂപം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും ഒന്നും ബോസ്റ്റ് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ബോസ്റ്റിംഗ് ഈസ് കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. ഇനി ഈ അപ്പം ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ എല്ലാ ശബത്തിലും മാറ്റണം. എനിക്ക് അല്പം കൂടെ പറയണമെന്നുണ്ട്, സമയം പോയതുകൊണ്ട് ഞാൻ തൽക്കാലം വേഗത്തിൽ ഒന്ന് പോകാൻ താല്പര്യപ്പെടുകയാണ്. Showbread was replaced every Sabbath. This shows that God's word is our daily bread. ഒരാഴ്ച അല്ലെങ്കിൽ അത് ഒരു മാസം അത് ഉപയോഗിക്കാമെന്നുള്ളതല്ല. ഒരു ശബത്തിൽ ആലയത്തിലേക്ക് വന്നാൽ അടുത്ത ശബത്തിൽ പുതിയ ബ്രെഡ് അവിടെ വെക്കണം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ദിനംതോറും വചനത്താൽ പുതുക്കം പ്രാപിക്കുന്നതായ ഒരു അനുഭവം പുതിയ നിയമവിശ്വാസിക്ക്
ഉണ്ടായിരിക്കണം. ഇറ്റ് ആൾസോ ടീച്ചസ് ദ നീഡ് ഫോർ റെഗുലർ സ്റ്റഡി ആൻഡ് പ്രിപ്പറേഷൻ. റെഗുലർ ആയിട്ടുള്ളതായ ദൈവത്തിന്റെ വചനം, ഇതാണ് വിശുദ്ധ സ്ഥലത്തുള്ളതായ പ്രത്യേകതകൾ കേട്ടോ. ആരാധനയോടുള്ളതായ ബന്ധത്തിലെ കാര്യങ്ങളായി പറയുന്നത്. പുതിയ നിയമത്തിലെ ആരാധന എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. വന്ന് ഡ്രം അടിച്ച് കീറിയോ അല്ലെങ്കിൽ കീബോർഡ് അടിച്ച് പൊട്ടിച്ചോ അതല്ലേ ആരാധന എന്ന് പറയുന്നത്. ആരാധനയുടെ മെത്തേഡാണ് സമാഗമന കൂടാരത്തിൽ കാണുന്നത്. സ്വർഗീയ കൂടാരത്തിന്റെ മോഡലാണത്. ആ മോഡലാണ് മരുഭൂമിയിലെ ജനത്തിന് കൊടുത്തതെങ്കിൽ പുതിയ നിയമസഭയും ആരാധിക്കുന്നതിന് പ്രത്യേക മോഡൽ തന്നിട്ടുണ്ട്. ഈ മോഡലിന് അപ്പുറമായി ചെയ്യുന്നതൊക്കെ എന്താണ് അധിക പ്രസംഗമാണ്, അല്ലെങ്കിൽ ദൈവത്തിന് അക്സെപ്റ്റബിൾ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സ്റ്റഡി ടു തിമോത്തിയോസിന്റെ 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ സ്റ്റഡി ടു show thyself approved unto God, a workman that needeth not to be ashamed. ദൈവത്തിന്റെ സത്യവചനം എന്ത് ചെയ്യണം? യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കാനായിട്ട് ശ്രമിക്കണം. The priest ate the word bread, showing that those who serve the word must first be fed by it themselves. ഈ അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടാക്കുന്നത് പുരോഹിതന്മാരാണ്. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എടുത്ത് കളയേണ്ടതല്ല. അത് ആലയത്തിലേക്ക് വരുന്ന പുരോഹിതന്മാരെല്ലാവരും കൂടെ വട്ടമിട്ടിരുന്ന് ഈ അപ്പം അല്പം പോലും കളയാതെ മുഴുവനും ഭക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ ആലയത്തിൽ വേല ചെയ്യുന്നവൻ അതുകൊണ്ട് ഉപജീവനം കഴിക്കണം. അതല്ലേ പൗലോസ് പറഞ്ഞത്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് പറഞ്ഞാൽ കാളയെ കൊണ്ട് വേല ചെയ്യുമ്പോ ആ വയലിൽ നിന്ന് ലഭിക്കുന്നത് കാളയ്ക്ക് തിന്നുവാൻ അവകാശമുണ്ട്. ഒരു ആടിനെ മേയ്ക്കുന്നവൻ ആടിന്റെ പാല് കൊണ്ട് ഉപജീവനം കഴിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ചുട്ട് കാഴ്ചയപ്പത്തിന്റെ മേശയിൽ വെക്കുന്ന പുരോഹിതൻ അതേ അപ്പം തന്നെ ഭക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ വേല ഉപജീവന മാർഗമല്ല, പക്ഷേ ക്രിസ്തീയ വേല കൊണ്ട് ദൈവം ഓരോ വേല ചെയ്യുന്നവനെ പോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് ദൈവിക മർമ്മം. പ്രൈസ് ദി ലോർഡ്. ഞാൻ തൽക്കാലം ഇവിടെ നിർത്തട്ടെ. കർത്താവ് നമ്മുടെ ജീവന്റെ അപ്പമാണ് എന്നുള്ളതും കൂടെ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാതെ അടുത്ത ആഴ്ചയേ ഉള്ളൂ. ഈ ആഴ്ച പറയുവാനുള്ളതായ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം എന്റെ വാക്കുകളെ നിർത്തുന്നു. ആലയത്തിലേക്ക് വരുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ്, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വന്ന് ആ വിശുദ്ധ സ്ഥലത്തിന്റെ ആ പ്രാധാന്യം മനസ്സിലാക്കി ആ വസ്തുക്കൾ നമ്മുടെ ആരാധനയിൽ എങ്ങനെയാണ് ഇംപ്ലൈ ചെയ്യുന്നത് എന്ന്, അത് എങ്ങനെയാണ് നമ്മുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പഠന വിഷയം. സമാഗമന കൂടാരം, മരുഭൂമിയിൽ സമാഗമന കൂടാരം ഉണ്ടാക്കിയത് അവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു വിടാനല്ല, അതിന്റെ ഒരു സ്പിരിച്വൽ ഫോർമേഷനാണ് പുതിയ നിയമസഭയുടെ ആരാധന ആലയം എന്ന് മനസ്സിലാക്കുവാനാണ് നാം ഇത് ഇത്ര വിശദമായി ചിന്തിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.